ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി. ഞാനിപ്പോൾ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നലെ 27,000 രൂപ അപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഒരു അസോസിയേറ്റ് മെമ്പറുടെ വരുമാനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതുപോലെ എനിക്ക് ഇന്നലെ അപെക്സിൽ നിന്ന് ലഭിച്ച വരുമാനങ്ങൾ കാണിച്ചു തരാനും വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സൈറ്റിൽ കയറുക. അപെക്സിൻ്റെ സൈറ്റിൽ കയറാൻ വേണ്ടി ഇതേപോലെ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അപെക്സ് ടോക്കൺ എന്ന് അടിച്ചു കൊടുക്കാം. അപെക്സ് ടോക്കൺ .io ഉണ്ടോ? ഞാൻ ഓൾറെഡി അടിച്ചു കൊടുത്ത് താഴെയുണ്ട്. അപെക്സ് ടോക്കൺ .io ലോഗിൻ കണ്ടില്ലേ? അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ അപെക്സ് ടോക്കൻ്റെ ലിങ്ക് അവിടെ വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും അവിടെ കൊടുക്കുക. യൂസർ ഐ ഡിയും പാസ്വേഡും അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇന്നലെ ജോയിൻ ചെയ്ത അലി കൽപ്പകഞ്ചേരിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. APX 21 76 43 84 കണ്ടോ? ഞാൻ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കൊടുത്തു. കണ്ടോ? യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തപ്പം നമുക്ക് നോക്കാം. ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തു. കണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരവിടെ വന്നു. കണ്ടോ? അലിയം. അദ്ദേഹത്തിൻ്റെ ID നമ്പർ കാണാം. കണ്ടോ? ഇദ്ദേഹത്തിൻ്റെ മെയിൻ ID ആണിത്. ഇദ്ദേഹം ഇന്നലെ 27,000 രൂപ അപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 27,000-ന് 3 IDയിൽ ട്രൈപോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് IDയിൽ 9,000, സെക്കൻഡ് IDയിൽ 9,000, തേർഡ് IDയിൽ 9,000. അപ്പം ഞാൻ എല്ലാവർക്കും ട്രൈപോഡാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ട്രൈപോഡ് സെറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ വരുമാനങ്ങൾ കാണാൻ പറ്റില്ല. കറൻറ്റ് ബാലൻസ് 31 USDT എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കിട്ടി? $1 അദ്ദേഹത്തിന് 9,000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് വരുമാനം കിട്ടി $1. ഓക്കെ, ബാക്കി $30. ആ $30 അദ്ദേഹത്തിന് കിട്ടിയത് ഒന്ന് അദ്ദേഹത്തിൻ്റെ മെയിൻ IDയുടെ ലെഫ്റ്റിലുള്ള IDയും റൈറ്റിലുള്ള IDയും അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിനാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെയിൻ IDൻ്റെ സ്പോൺസർ ഞാനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ IDൻ്റെ സ്പോൺസർ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ IDൻ്റെ സ്പോൺസറും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ 2 IDയും റൈറ്റിലും ലെഫ്റ്റിലും ഇല്ല 2 IDയുടെയും റഫറൽ അദ്ദേഹം തന്നെ ആയതുകൊണ്ട്, മിസ്റ്റർ അലി സാഹിബ് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ $10 കിട്ടി. ഓക്കെ, പിന്നെ ഇന്ന് കാലത്ത് അദ്ദേഹത്തിന് ഈ റൈറ്റിലുള്ള IDയും ലെഫ്റ്റിലുള്ള IDയും അദ്ദേഹത്തിൻ്റെ മെയിൻ IDയുടെ നേരെ താഴെയുള്ള ലെഫ്റ്റിലുള്ള IDയും റൈറ്റിലുള്ള IDയും പെയർ മാച്ച് ചെയ്തു. ബൈനറി സിസ്റ്റത്തിലൂടെ പെയർ മാച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് $10 കിട്ടി. അപ്പം അദ്ദേഹത്തിന് ടോട്ടൽ $30 കിട്ടി. ഓക്കെ, അതാണ് ഈ $31 നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ IDയിലും മൂന്നാമത്തെ IDയിലും പോയി നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇദ്ദേഹത്തിന് ഇന്ന് വന്ന ഓരോ ഡോളർ കാണാൻ പറ്റും. രണ്ടാമത്തെ ID ഉണ്ടല്ലേ, താഴെ കണ്ടല്ലേ? മെയിൻ IDയുടെ ലെഫ്റ്റിൽ രണ്ടാമത്തെ ID. ആ IDയിൽ $1 വന്നിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ID, അതായത് റൈറ്റിലുള്ള ID, മെയിൻ IDയുടെ റൈറ്റിലുള്ള ID, അതിലും $1 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഇദ്ദേഹത്തിന് ഇന്ന് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കുക $31 ആണ്. $31
ഓക്കെ ഉണ്ടോ, $31. ഇനി ഞാൻ ആണ് ഇദ്ദേഹത്തിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. എനിക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ ഞാൻ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ ഈ ബിസിനസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 50-50 ആളുകൾക്ക് ഞാൻ ഈ ബിസിനസ് അവസരം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ഈ ബിസിനസ്സിൽ ജോയിൻ ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്കൊരു ബിസിനസ് അവസരം കിട്ടിയാൽ അത് നമ്മളെ വീട്ടിൽ വെച്ചിരിക്കലല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ആളുകൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാൻ നമ്മൾ നോക്കണ്ട. നമ്മളടുത്ത് കിട്ടിയ അവസരങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുക. നമുക്ക് എത്രയോ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയും. ആ രക്ഷപ്പെടുത്താൻ നമ്മൾക്ക് കിട്ടിയ അവസരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ രക്ഷപ്പെട്ടു വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്കൊരവസരം കിട്ടിയാൽ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാനതല്ല ചെയ്യുന്നത്. ഞാൻ അപെക്സിനെ കുറിച്ച് 6 മാസം പഠിച്ചു. എന്നിട്ട് ഞാൻ അപെക്സിൻ്റെ സിഇഒയുമായിട്ടൊക്കെ സംസാരിച്ച്, അതുപോലെ തന്നെ അപെക്സിൻ്റെ വലിയൊരു പ്രോഗ്രാമിൽ ഊട്ടിയിൽ പങ്കെടുത്ത്, 300 ആളുകളുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് എല്ലാ രീതിയിലും ഞാൻ ക്ലാരിറ്റി വരുത്തിയ ശേഷമാണ് ഞാൻ അപെക്സിൽ ഐഡിയ അടിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്യും. നമ്മളങ്ങനെയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഫാസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ എന്തിന് നമ്മളവിടെ ശങ്കിച്ച് നിൽക്കണം? അല്ലെങ്കിൽ നമ്മളെന്തിന് മെല്ലെ അല്ല, സ്പീഡപ്പിൽ പോവുക, എല്ലാവരിലും കൊടുക്കുക. ഒരു ദിവസം 10 ആളിലേക്കോ 50 ആളിലേക്കോ 20 ആളിലേക്കോ ഒക്കെ നമ്മൾ അപെക്സിൻ്റെ മെസ്സേജ് കൊടുക്കുക, അപെക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, വോയിസ് കൊടുക്കുക, വീഡിയോസ് കൊടുക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാൻ ഇനി എൻ്റെ ഒരു മെയിൻ ഐഡി ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി 5 ID ഞാൻ അതിൽ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. 5 ID ഞാൻ എൻ്റെ ഒരു മെയിൻ ID ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഞാൻ എൻ്റെ മെയിൻ ID യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ഓപ്പൺ ചെയ്തു. കണ്ടോ, നിങ്ങൾക്ക് കാണാം, എൻ്റെ പേര് ഇവിടെ കാണാം. കേട്ടോ, 103.66 ഒരു ഐഡിയിൽ കേട്ടോ. ഇനി രണ്ടാമത്തെ ID നോക്കാം. എൻ്റെ രണ്ടാമത്തെ ID ഉണ്ട് എനിക്ക്. അതായത് എൻ്റെ മെയിൻ ID ആണ് ഇപ്പോൾ കാണിച്ചു തന്നത്. അതിൻ്റെ ലെഫ്റ്റിൽ എനിക്കൊരു ID ഉണ്ട്. ആ ID ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ആ IDയിൽ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടോ 5.56 കണ്ടോ, 5.56. ഇനി എൻ്റെ മെയിൻ IDയുടെ റൈറ്റിൽ എനിക്കൊരു ID ഉണ്ട്. റൈറ്റിൽ ആ റൈറ്റിൽ ID ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതാണ് ട്രൈപോഡ് പറയുന്നത്. മെയിൻ ID ലെഫ്റ്റിലൊന്ന് റൈറ്റിലൊന്ന് കണ്ടോ, $61.69 ഞങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി എനിക്ക് നാലാമത്തെ ID ഉണ്ട്. നാലാമത്തെ ID ഞാൻ ഓപ്പൺ ചെയ്യണം. നാലാമത്തെ ID എൻ്റെ രണ്ടാമത്തെ IDയുടെ റൈറ്റിൽ എനിക്കൊരു ID ഉണ്ട്. അതാണ് കേട്ടോ. 80.50 ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ പേരും ID നമ്പറൊക്കെ കാണാം. ഓക്കെ, ഇനി എനിക്ക് അഞ്ചാമത്തെ ID ഉണ്ട് ഓപ്പൺ ചെയ്യണം. അഞ്ചാമത്തെ ID നമുക്ക് കാണാം. കണ്ടോ, ഇതിൻ്റെ മൂന്നാമത്തെ ഐഡിയുടെ ലെഫ്റ്റിലുള്ളൊരു ID ആണിത്. കണ്ടോ നമ്പർ ഇവിടെ കാണാം, പേര് കാണാം, $73. ടോട്ടലി നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് $326.41 വന്നിട്ടുണ്ട്. $326.41. അപ്പം 326 ചില്ലാനും. ഓക്കെ, അതിൽ ഇന്നലെ വന്നത് മിനിഞ്ഞാന്ന് വന്നത് കഴിച്ചു. മിനിഞ്ഞാന്ന് വന്നത് കഴിച്ചാൽ ഇന്ന് എനിക്ക് കിട്ടിയത് $140. എത്ര? $140. നിങ്ങൾ മനസ്സിലാക്കുക, $140 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് നോക്കുക. $140 എന്ന് എനിക്ക് ഇന്നത്തെ വരുമാനം, എൻ്റെ വരുമാനമാണ്. 140.50 ഇൻറ്റു 90.
നിങ്ങൾ നോക്കുക, 12,645 രൂപയാണ് ഇന്ന് എൻ്റെ വരുമാനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് ഏതൊരു ജോലിക്ക് പോയാൽ ഇങ്ങനെ ഒരു 12,645 രൂപ കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് വെറും തുച്ഛമായ 4,500 മുടക്കിക്കൊണ്ടാണ്. അങ്ങനെ 4,500 അതും എൻ്റെ അടുത്തില്ല, എൻ്റെ ഗ്രേറ്റ് ലീഡർ നജാഫ് സാറ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞത്, നജാഫ് സാറേ, ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്താലേ ഞാൻ നന്നായി ബിസിനസ് ചെയ്യും. അദ്ദേഹം ഒരു മടിയും കൂടാതെ എൻ്റെ ഐഡിയ എനിക്ക് ആക്ടിവേറ്റ് ചെയ്ത് തന്ന് അങ്ങനെ ഞാൻ വർക്ക് ഏറ്റെടുത്തു. എല്ലാ നിലക്കും നന്നായി മുന്നോട്ട് പോകുന്നു. ഞാൻ നന്നായിട്ട് ഇതിൽ ഏൺ ചെയ്യുന്നുണ്ട് ഡെയിലി. നിങ്ങൾ മനസ്സിലാക്കുക, 12,645 രൂപയാണ് ഇന്ന് എൻ്റെ വരുമാനം. എനിക്കിപ്പോഴ് 58 വയസ്സ് കഴിഞ്ഞു. ഈ 58 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഏതൊരു ജോലിക്ക് പോയാലാണ് ഇന്ന് 12,645 രൂപ കിട്ടുക? അല്ലെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഒരു ബിസിനസ് തുടങ്ങിയാൽ എനിക്കൊരു ദിവസം 12,645 രൂപ യാതൊരു ടെൻഷനും കൂടാതെ നേടാൻ കഴിയുമോ? നിങ്ങൾ ആലോചിക്കുക. നമ്മളെ നാട്ടിലൊക്കെ പല ബിസിനസ്സുകാരുണ്ട്. നിങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന കച്ചവടക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കൂ, എങ്ങനെയുണ്ട് ബിസിനസ്, എങ്ങനെയുണ്ട് പ്രോഫിറ്റ്? അവർ പറയും അങ്ങനെ പോണ്, തട്ടിമുട്ടി പോണ്. ബിസിനസ്, ചില ആൾക്കാർ പറയും ബിസിനസ് ഒന്നും പറയണ്ട, ബിസിനസ്സൊക്കെ ഇപ്പം വാടക കൊടുക്കാൻ പോലും ക്യാഷ് കിട്ടാതെ കരയുന്ന കുറേ ആളുകൾ എനിക്കറിയാം. സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ കിട്ടുന്നില്ല, വാടക കൊടുക്കാൻ കിട്ടുന്നില്ല, വളരെ പ്രയാസപ്പെട്ട് പോകുന്ന എത്രയോ ബിസിനസ്സുകാരുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അപെക്സ് എന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മളെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഈ അവസരത്തെ, അപെക്സ് എന്ന അവസരത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ വിജയിക്കാൻ കഴിയും, ഒരുമിച്ച് സമ്പാദിക്കാൻ കഴിയും. അതിനുള്ളൊരവസരമാണ് അപെക്സ് നമുക്ക് മുമ്പിൽ തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവസരത്തെ തിരിച്ചറിയുക. എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവർക്കും അറിവുണ്ട്. അറിവില്ലാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല, അല്ലേ? പഴയ കാലത്ത് പറഞ്ഞിരുന്നത് മാതാ, പിതാ, ഗുരു, ദൈവം എന്നായിരുന്നു എങ്കിൽ ഇന്ന് പറയുന്നത് മാതാ, പിതാ, ഗൂഗിൾ ദൈവം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾക്ക് അറിവില്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ അതിന് നമുക്ക് ആൻസർ തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിജയിക്കണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഏതൊരാളും നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ നെവർ മൈൻഡ് ചെയ്യുക. നമ്മൾ അവിടേക്ക് ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ ബിസിനസ് അവസരം പറയുമ്പോൾ ആളുകൾ നെഗറ്റീവ് പറഞ്ഞാൽ അവരെ നമ്മൾ വിട്ടേക്കുക. അവരോട് പറയാം, സാറേ നമുക്കൊരവസരം കിട്ടി, നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നമ്മൾ അപെക്സിൽ ചെറിയൊരു ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വരുമാനം നേടുന്നു, അതേ ഒരവസരം നിങ്ങൾക്കും തരുകയാണ്. നിങ്ങൾക്കും ഈ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യാം. അവസരങ്ങൾ നമ്മുടെ മുൻ പ്രസിഡന്റ് കലാംജി പറഞ്ഞതുപോലെ അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അവസരത്തെ ആരാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അവന് സക്സസ് ആവാം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവസരങ്ങൾ നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെയാണ്. നമുക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് സവിനയം എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വോയിസോട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യ, ജയ് അപെക്സ്. റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി.